ഹായ് ഹലോ, ഒരു കുട്ടി വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞല്ലോ ജനുവരി 18-ാം തീയതി എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഗിഫ്റ്റ് അദ്ദേഹം പറഞ്ഞ ഗിഫ്റ്റ് അല്ല കേട്ടോ ഞാൻ മേടിക്കുന്നത്. അദ്ദേഹത്തിന് ആഗ്രഹം ഡയമണ്ട് മേടിക്കാനാണ്. പക്ഷേ എനിക്ക് ഈ ഓർണമെൻറ്റ്സിനോട് വലിയ ക്രേസ് ഉള്ള കൂട്ടത്തിലല്ല. കാരണം അത്യാവശ്യത്തിനുള്ളത് ഇട്ടാൽ മതിയല്ലേ എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ്. കാരണം ഓൾറെഡി ഒരു ഡയമണ്ടിൻ്റെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു നെക്ലേസ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിന് പുറമേ ആയിട്ടിപ്പം വേറൊരു മാല വേണ്ട എന്നുള്ളൊരു ചിന്താഗതി ആയതുകൊണ്ട് ഞാൻ ഡയമണ്ടുകളോ സ്വർണമോ വാങ്ങുന്നില്ല. എന്ത് വേണേലും മേടിച്ചോളാം. കാരണം 16ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. എന്നോട് പറഞ്ഞത് 16 ഗിഫ്റ്റ് മേടിക്കണം. നീ എന്താണ് പറഞ്ഞത്? കാരണം 16 കൊല്ലായില്ലേ എന്നെ സഹിക്കുന്നത്. അദ്ദേഹത്തിന് ശരിക്കും ഒരു അവാർഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പം പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ സ്വർണ്ണങ്ങളും കാര്യങ്ങളൊന്നും മേടിക്കുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അത്തരത്തിലുള്ള ക്രേസ് ഒന്നുമില്ല. നിങ്ങൾക്കൊക്കെ കണ്ടാലറിയാം, മിക്ക സമയത്തും ഞാൻ കൈ മുമ്പിലും കൂടിയും ഗോൾഡ് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇപ്പം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുമ്പം ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കാനില്ലാത്തത് കൊണ്ട് കൈമുലൊക്കെ എടുത്തിടുന്നതാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, ഡയമണ്ടിൻ്റെ ഹെവി നെക്ലേസ് ഉണ്ട് എന്ന് പറഞ്ഞത് തള്ളല്ല. ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതെനിക്ക് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത്. ഇനി മറ്റുള്ള പറയും തള്ളി ജസ്ന എന്നുള്ളത്. പലരും എൻ്റെ പഴയ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പലരും കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് ഈ മാല എവിടെ നിന്നാണ് എന്നുള്ളത് ഡീറ്റെയിലൊക്കെ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പം ഞാൻ കരുതി ഏതായാലും ഇക്കാക്ക പറഞ്ഞതിൻ്റെ പേർക്ക് ഞാൻ എന്താക്കാം, ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എനിക്ക് ഡ്രസ്സും വലിയ ആർഭാടമായിട്ട് എടുക്കാനൊന്നും താല്പര്യമില്ല. കാരണം ഈ സെലിബ്രിറ്റി ആണെന്നൊന്നും ഞാൻ പറയില്ല. എന്നാൽ പോലും ഒരു സെലിബ്രിറ്റി ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു ഫംഗ്ഷന് ഒരു ഡ്രസ്സ് ഇട്ടാൽ പിന്നെ അത് അടുത്ത ഫംഗ്ഷനിലേക്ക് ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്ന് വെച്ചാൽ വലിയ കുറുകെ ഒന്നും ഇല്ല കേട്ടോ. അപ്പം ഞാനൊക്കെ കഴിയുന്നതും പ്രൈസ് കുറവുള്ളതേ എടുക്കാറുള്ളൂ. എനിക്ക് അത്തരത്തിനോടെ താല്പര്യമുള്ളൂ. സത്യാവസ്ഥ പറയുന്നതിന് എന്താ. പക്ഷേ ചിലതൊക്കെ എനിക്ക് ഹെവി ആയിട്ട് എടുക്കേണ്ടിയും വരാറുണ്ട് കേട്ടോ. പക്ഷേ ഇതെന്നോട് ഹെവി ആയിട്ട് എടുക്കാൻ പറഞ്ഞു. നല്ല വർക്കൊക്കെ ഉള്ളത് എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തോ താല്പര്യമില്ല. പോയി നോക്കട്ടെ, എനിക്ക് പറ്റിയത് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കും. ഇല്ല വെച്ചാൽ നോർമലായിട്ട് ഒന്ന് എടുത്തിട്ട് പോരും. എന്തിനാണ് വെറുതെ? ഇതൊരു മെമ്മറി മൂമെൻ്റ് ആണ്. പക്ഷേ എന്ന് വെച്ചിട്ട് അദ്ദേഹത്തിനെ മുടിപ്പിച്ചിട്ടൊരു മെമ്മറി മൂമെൻ്റ് നമുക്ക് ആവശ്യമില്ലല്ലോ. ഏതായാലും നിങ്ങൾക്കില്ല എന്ന് പറയല്ല, എനിക്കില്ല എന്ന് നിങ്ങൾ പറയുന്ന എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ബാക്കിയൊക്കെ ഷോപ്പിൽ വെച്ചിട്ട് കാണാം. ഷോപ്പിൽ നിന്ന് എടുക്കാമെന്ന് കരുതി. കോഴിക്കോടേക്ക് പോകാനുള്ള ആപത്ത് എനിക്കില്ല. മൈഗ്രൈൻ്റെ ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊയിലാണ്ടി ഷോപ്പിൽ നിന്ന് എടുക്കാമെന്നുള്ളത്. അപ്പോൾ ബാക്കിയൊക്കെ ഷോപ്പിലെത്തിയിട്ട് വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇതിലധികം ഇങ്ങനത്തെ ടൈപ്പാണ് വരുന്നത്. അത് ആദ്യത്തെ കട നടന്നത്. നല്ല ചേരുന്നൊരു കളറ്, ഇല്ലാത്തൊരു കളറ്. ട്രൈ ചെയ്ത് നോക്കിയത് ഫസ്റ്റ് ഇതാണ്. അത്യാവശ്യം വർക്കും ഉണ്ട്. ഇനി അടുത്തത് ട്രൈ ചെയ്ത് നോക്കാം. സെക്കൻഡ് വൺ സത്യമായിട്ട് എനിക്കിഷ്ടമായില്ല. നല്ലത് പറഞ്ഞിരുന്നാ സേഫാക്കിയാലും ഒരു ഇല്ല. പക്ഷെ അത് കറക്റ്റ് ഫിറ്റായിട്ട് ഇനി ഒന്നും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട്. അതും നോക്കട്ടെ. ഫസ്റ്റത്തെ തന്നെയാണ്. പക്ഷേ ഫസ്റ്റത്തെ
ആദ്യത്തെ ഏറ്റവും ഇഷ്ടമായ ഇതും കുഴപ്പമില്ല. എനിക്ക് ഇത് കിട്ടുന്നില്ല. വയലറ്റ് സൂപ്പറാ, അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടായി. വീഡിയോ എടുക്കട്ടെ. ഒന്നുകൂടി കാണിച്ചു കൊടുക്കണം. ഇനി വേറെ ചേച്ചി പോട്ടെ മോളെ. അങ്ങനെ ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട്, വീട്ടിലെത്തിക്ക്. അപ്പേ ഗൈസ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മോനെ എമ്മനൊന്ന് മൊത്തമായിട്ട് കാണിക്ക്. എന്നെ കണ്ടാല് ഒരു പിച്ചക്കാരി ലുക്ക് ഉണ്ടോ ഗൈസ്? നിങ്ങൾ എന്നൊന്ന് പറ. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? 5 പൈസക്ക് ഗതിയില്ലാത്തവളാണെന്ന് തോന്നുന്നോ? എന്താ വെച്ചാല് ഞാൻ പറഞ്ഞല്ലോ, ഇക്കാക്ക എന്നോട് പറഞ്ഞത് ഷോപ്പിൽ വെച്ച് ഏറ്റവും നല്ല ഡ്രസ്സ് നോക്കിയിട്ട് നീ മേടിക്കണം, അത് നല്ല വർക്കുള്ളതായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് ഷോപ്പ് പോയിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനത്തെ വലിയ ഡ്രസ്സിനോടൊന്നും വലിയ ക്രേസ് ഉള്ള ഒരാളൊന്നുമില്ല. അപ്പം ഞാൻ നോക്കുന്നൊക്കെ 3000, 4000 ആ റേഞ്ചിലുള്ള ഇതാണ് കേട്ടോ നോക്കിയത്. അപ്പോൾ എനിക്ക് അവിടെ സാധനം എടുത്ത് തരുന്ന സെയിൽസ് ഗേളിനോട് ഞാൻ പറഞ്ഞ് നോർമൽ ചുരിദാർ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. എടുത്ത വൈകി ആ സ്ത്രീ എന്നോട് പറഞ്ഞു, നോർമൽ ചുരിദാറിനൊക്കെ 2500 രൂപ വില വരും കേട്ടോ എന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വിലയല്ല, നിങ്ങൾ സാധനം ആദ്യം എടുത്ത് തരുമോ. എന്നെ കണ്ടാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു 5 പൈസക്ക് ഗതിയില്ലാത്തതാണ് എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ കാറിന്ന് തിരിച്ചു വരുന്ന സമയത്ത് കാറെന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. എന്താന്ന് പറ? ഏത് സിനിമയില്? ഓർക്ക പറ. ലക്കി ഭാസ്കർ സിനിമയെ പറഞ്ഞിട്ടുണ്ടോലു. എന്താ പറ, കാര്യം പറ. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, റെസ്പെക്ട് ഉണ്ടെങ്കിൽ പൈസ ഉണ്ടെന്ന് 4 ആളെ അറിയണം. അതന്നെ, പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, പൈസ റെസ്പെക്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ 4 ആള് എന്താ പൈസ ഉണ്ടെന്ന് 4 ആൾ അറിയണമെന്ന്. അത് ഞാൻ ഈ വേഷത്ത് പോയത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കാൻ, ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം ഉള്ളൊരു സംഭവമാണ്. ടീഷർട്ട് ആണെങ്കിൽ വേഗം നമുക്ക് ഡ്രസ്സൊന്ന് ട്രയൽ നോക്കാം. പക്ഷേ നമുക്ക് ചുരിദാറോ ഹെവി വർക്കുള്ള സംഭവങ്ങളോ ആണെങ്കിൽ നമുക്കത് പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വേഷത്ത് പോയത്. പക്ഷെ അത് ആ ലേഡിയുടെ മനസ്സിൽ ഞാനൊരു ദരിദ്രവാസി ലുക്ക്. എന്നെ ആ സ്ത്രീക്ക് മനസ്സിലായില്ലടേ, എന്നെ പലർക്കും മനസ്സിലാവില്ല. എന്നെ മനസ്സിലാവാത്ത ആൾക്കാരും എൻ്റെ ഈ ഒരു ഫോട്ടോ കണ്ടാ ചോദിക്കട്ടോ ജസ്റ്റ് ഞാൻ വരച്ചതല്ലേ എന്നുള്ള. പക്ഷെ എന്നെ കണ്ടാച്ച പലർക്കും മനസ്സിലാവില്ല കേട്ടോ. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ എടുത്ത ചുരിദാറും കൂടി ഒന്ന് കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇട്ടിട്ട് ഭയങ്കര ലുക്ക്. ഈ ഒരു ചുരിദാറാണ് ഗൈസ് ഞാൻ എടുത്തത്. അപ്പോൾ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം പ്രൈസും ഉണ്ട്. അത് മതി, നമുക്ക് വലിയ റേഞ്ചിലേക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്തിനാണ് വെറുതെ? നമുക്ക് നമ്മളായിട്ട് നടക്കുന്നതാണ്. എനിക്കെന്നും ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഏതായാലും പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, 10 പേര് അറിയണമെന്നുണ്ട്. പൈസ ഉണ്ട് എന്ന് നമ്മൾ അറിയിച്ചും കൂടി നടക്കണം. അതുകൊണ്ട് ഇതുപോലത്തെ ലോക്കൽ ഡ്രസ്സൊക്കെ ഇട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസിലേക്ക് നമ്മൾ അവർ വിലയിരുത്തും. ഏതായാലും ആ ലേഡി വല്ലാത്തൊരു ലേഡി കൊടുക്കും. ഞാൻ മാനേജറെ വിളിച്ചു. മാനേജർ പയ്യൻ എന്നെ അറിയുന്നതാ. ഞാൻ പറഞ്ഞു, എനിക്കൊരു സ്റ്റാഫിനെ തന്നെ, ഈ സ്റ്റാഫ് ഞാൻ കംഫർട്ട് അല്ല എന്ന് പറഞ്ഞു. എന്നാ ചെയ്യാനാണ് മക്കളെ, പൈസ ഉള്ളവർക്ക് എവിടെയും വിലയുള്ളൂ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ്. ഓക്കെ, ടാറ്റാ, ബൈ.